ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ, റാഹത്തല്ലേ? അപ്പോൾ ഞാനിന്നിവിടെ ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്നത്. മുട്ടക്കറി എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും പല രീതിയിൽ പല വിധത്തിലുണ്ടാക്കും. ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. എന്താ നിങ്ങൾക്കൊക്കെ ഒന്ന് പ്രാതല് എല്ലാവരും നീച്ചില്ലേ? സംസ്കരിച്ച് എല്ലാ റായത്തും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ എത്തിയിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുമ്പോൾ എന്തായാലും കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു 2-3 വറ്റൽമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്, ഇത്തിരി കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഇത്തിരി മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 10 മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ ഒരു 2 തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി അതിലേക്ക് ആവശ്യമായ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്നിപ്പോൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഉണക്കമുളക് ഇട്ട് കൊടുക്കണം. ഈ തേങ്ങയ്ക്കകത്ത് ഞാൻ പച്ചമുളകും കൊച്ചുള്ളിയും കൂടെ അരച്ചിട്ടുണ്ട് കേട്ടോ. പച്ചമുളകാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. കാരണം നമുക്ക് പിന്നെ വേറെ മറ്റുള്ള എരിവുകൾ കൂടാൻ പാടില്ല. പച്ചമുളകിൻ്റെ ഫ്ലേവറാണ് ഇതിന് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിനകത്ത് പച്ചമുളകും കൊച്ചുള്ളിയും ചേർത്താണ് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്ന വിധം കൊച്ചുള്ളി മൂത്ത് കഴിയുമ്പോൾ മുളകിടണം. അതിട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഈ മസാലപ്പൊടികൾ ഇടണം. പിന്നെ ആവശ്യത്തിന് നമുക്ക് എന്ത് ചെയ്യണം, കറിവേപ്പിലിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, തേങ്ങ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനാവശ്യമായ തേങ്ങയും വേണം, അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ കറി ഒന്നിങ്ങനെ തുള്ളി വരും. അതങ്ങനെ കാരണം തിളക്കിയല്ല, എന്നാൽ തിളങ്ങനെ വരുമല്ലോ. കറിക്കൊരു പതയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്തോട്ട് മുട്ട അങ്ങനെ 4 സൈഡിൽ കൂടെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് എന്താ വെച്ചാൽ ഒന്നാകെ ഇളക്കാൻ പാടില്ല. ഒഴിച്ച് വെച്ചിട്ട് 5 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം മുട്ടയ്ക്കൊന്ന് ചൂട് കയറിയിട്ട്, കാരണം അല്ലെങ്കിൽ ഒന്നാകെ ഉടഞ്ഞിട്ട് ഒരു കാണാനും കഴിക്കാനും ഒരു സുഖം ഉണ്ടാവില്ല. ശരിക്കും ഇങ്ങനെ അതിൻ്റെ വെള്ളയും മഞ്ഞൊക്കെ ഇങ്ങനെ കഷ്ണിച്ച് കിടക്കണം. ആ രീതിയിൽ നമ്മളത് കൈകാര്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒഴിച്ച പാടിന് അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞാൽ ഒക്കെപ്പാട് അങ്ങോട്ട് ചാന്തും ചാറുമാവും. അപ്പോൾ അതാവാൻ പാടില്ല. അപ്പോൾ ഒന്ന് ഞങ്ങൾക്ക് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാ പിന്നെ പത്തിരിയാണ്. മലപ്പുറക്കാരുടെ സ്പെഷ്യൽ എന്താ, ചെറിയ പത്തിരി. നമ്മൾ റമദാൻ്റെ സ്പെഷ്യലാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ ശനിയാഴ്ച പത്തിരി മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പത്തിരി ചെറിയ നൈസ് പത്തിരി എന്ന് പറയും, ചെറിയ പത്തിരി എന്ന് പറയും, അരിപ്പത്തിരി എന്ന് പറയും, ഒക്കെ പറയും. അപ്പോൾ നിങ്ങളതിനെന്തൊക്കെയാണ് പറയണമെന്ന് വെച്ചെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് പറയണം. പിന്നെ അപ്പോൾ അതിലേക്ക് ഏറ്റവും ടേസ്റ്റാണ് മുട്ടക്കറി. ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ്. പല വിധത്തിലും ഉണ്ടാക്കാം. അപ്പോൾ അതുപോലെ തന്നെ അതിലേക്ക് ഏറ്റവും ഫ്ലേവറായ ഒരു കറി ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസുകളൊക്കെ അന്നേരം കാണിക്കാം. ഇപ്പം ഞാനത് പറയുന്നില്ല. പത്തിരിയൊക്കെ ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമാണ്. ഞാൻ ഒറ്റയ്ക്കൊക്കെ ആയ സമയത്ത്, അതായത് ഞങ്ങൾ ഈ സ്ഥാപനമൊക്കെ തുടങ്ങുന്ന മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു കറിയാണ് പത്തിരിയൊക്കെ. ഭയങ്കര ടേസ്റ്റാണ്. ചിക്കൻ കറിയൊക്കെ അങ്ങ് മാറിക്കുള്ളൂ. നല്ല ഹെൽത്തി കറിയും കൂടിയാണ്. അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഇതാ മുളക് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് അങ്ങോട്ട് ഇളക്കി നമുക്ക് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ കറിവേപ്പില, ഒരു പിടി കറിവേപ്പില. ഞാൻ എല്ലാ കറിക്കും കറിവേപ്പില നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. എനിക്ക് കറിവേപ്പില കറിക്ക് നല്ലോണം വേണം. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മസാലപ്പൊടി എന്താ, ഇത്രയും മസാലപ്പൊടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ പച്ച മണം മാറുന്നത് ഒന്ന് തീ സ്ലോ ചെയ്ത് വെക്കണം കേട്ടോ. തീ ഒന്ന് സിമ്മിലാക്കി വെക്കണം, അല്ലാഞ്ഞാൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അത് കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതാ തേങ്ങ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തേങ്ങ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തേങ്ങ ഒഴിച്ചു. ഇനി അതിനകത്തോട്ട് വെള്ളം ചേർത്ത് പാകമാക്കി എടുക്കണം. ഇതാ ഉണ്ടോ. അപ്പോൾ നമ്മളതിന് നമുക്കിവിടെ 5 കസ്റ്റമർ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച രീതിയിൽ വേണം നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇന്ന് കസ്റ്റമർക്കുള്ള മുട്ടക്കറി ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അത് ഞങ്ങൾക്കൊക്കെ ഇന്നലെ ഉച്ചക്കത്തെ ബീഫ് കറി ഉണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ബീഫ് കറിയും പത്തിരിയാണ് ഇഷ്ടം. ഇന്നലത്തെ കുറച്ച് ബീഫ് കറി ബാക്കിയുണ്ട്. ഞങ്ങളില്ലെങ്കിൽ ഞങ്ങൾ ഷെയർ ഞങ്ങൾ എടുത്ത് വെക്കും കുട്ടികൾക്ക്.
എൻ്റെ വലിയ പേരക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് കറി പത്തിരി. കഷ്ണമില്ലെങ്കിൽ ആ ചാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആണ് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുന്ന രീതി കണ്ടല്ലോ എല്ലാവരും. അപ്പോൾ ഇനി ഇതിലേക്ക് എന്ത് ചെയ്യണം, ഇതൊന്നും ചൂടായി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഉഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഒരിക്കലും നമ്മൾ അധികമാവാൻ പാടില്ല, കാരണം കൂടിപ്പോയ ഒന്നും ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് ഉപ്പ്. കറീൻ്റെ രുചിയും പോവും, ടേസ്റ്റും പോവും, ഒക്കെ പോവും. അപ്പോൾ ഇനി വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ മുട്ട ഒഴിച്ചു കൊടുക്കുക, തീ ഓഫ് ചെയ്യുക. നല്ല അടിപൊളി കറിയും കൂട്ടിയിട്ട് രാവിലത്തെ പ്രാതൽ കഴിക്കാം. അടിപൊളി സൂപ്പർ, വാവ് എന്താ ടേസ്റ്റ് കറി. ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം എല്ലാവരും. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബായ്, ടാറ്റാ.